എൻ്റെ പേര് ഗീത. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് ഭാസ്കരൻ. ഞങ്ങളുടെ വീട് പെരുമ്പാവൂരാണ്. ഞങ്ങൾ ഈ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയത് 2022 ഒരു മെയ് ജൂൺ സമയം മുതലാണ്. ഞങ്ങൾ രണ്ടുപേരും പല കാര്യങ്ങൾക്കായിട്ട് ഇവിടെ വന്ന് അഡ്മിറ്റായിട്ടുണ്ട്. ട്രീറ്റ്മെൻറ്റ് എടുത്ത് സുഖമായിട്ട് പോയിട്ടുമുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വർഷം 24 ഹസ്ബൻഡിന് പെട്ടെന്നൊരു ബുദ്ധിമുട്ട് ചെന്നൈയിൽ വെച്ചുണ്ടായി. പെട്ടെന്ന് അവിടെ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നു. CABG പ്രോസസ്സ് കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് നാട്ടിൽ ഏപ്രിൽ മെയ് ആയപ്പോൾ അവിടെ നിൽക്കാൻ പറ്റാത്ത കണ്ടീഷൻ, വീട്ടിലെ ക്ലൈമറ്റ് ബുദ്ധിമുട്ട്, അത് കാരണം തിരിച്ച് നാട്ടിൽ വന്നു. പക്ഷേ CABG കഴിഞ്ഞിട്ടും ഉള്ളിലിട്ടേക്കുന്ന സ്റ്റേണൽ വയർ ഇൻഫെക്റ്റഡ് ആയിട്ട് അത് പുള്ളിക്ക് അലർജിയായി, ബ്ലഡ് ഒഴുകാനും പസ് വരാനും പറഞ്ഞു. അവിടെ വെച്ച് തന്നെ ഡോക്ടർ പറഞ്ഞിരുന്നത് അത് എടുക്കണമെങ്കിൽ 3 മാസം കഴിയണമെന്നാണ്. അപ്പോൾ 3 മാസം കഴിഞ്ഞ് ഇനി അവിടെ അത് എടുക്കുക എന്ന് പറഞ്ഞാൽ ഈ ചൂട് സമയത്ത് ചെന്നൈയിൽ നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ പോന്നു. ഇവിടെ വന്ന് ഹോസ്പിറ്റൽ പോരുന്നതിന് മുമ്പ് തന്നെ വിളിച്ച് ഞാനിവിടെ അപ്പോയിൻമെൻറ്റ് എടുത്തിരുന്നു. ഡോക്ടർ റിനറ്റ് സെബാസ്റ്റ്യന് വേണ്ടി വന്നു. പുള്ളിയെ കണ്ടു വിവരങ്ങളെല്ലാം ചോദിച്ചു. അത് കഴിഞ്ഞിട്ടാണ് ഡോക്ടർ ആദിത്യയെ പരിചയപ്പെടുത്തി. ആദിത്യ മാഡത്തിനെ കണ്ടു, സംസാരിച്ചു. ഞങ്ങൾ ഡിസ്കഷൻ എല്ലാം കഴിഞ്ഞു. ഇപ്പോൾ അത് മാർച്ച് 31 വന്ന് ഞങ്ങൾ അഡ്മിറ്റായി. ഏപ്രിൽ 1 സർജറി കഴിഞ്ഞു. ഉണ്ടായിരുന്ന സ്റ്റേണൽ വയർ എടുത്തു കളഞ്ഞു. ബോണും ഇൻഫെക്റ്റഡ് ആയിട്ടുണ്ടായിരുന്നു, അതും അല്പം എടുത്തു എന്നാണ് പറഞ്ഞത്. അതെല്ലാം കഴിഞ്ഞ് 3-ാം തീയതി ഡിസ്ചാർജ് ആയിപ്പോയി. പിന്നെ 8-ാം തീയതി വീണ്ടും വന്ന് അഡ്മിറ്റായി. 9-ാം തീയതി ഡിസ്ചാർജായി. 2 സമയവും വൈക്യൂം ഡ്രസ്സിങ് ആണ് ചെയ്തത്. അത് നേരത്തെ ചെയ്തിട്ടുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ട് വന്നില്ല. അതങ്ങ് അക്കംസ്റ്റഡ് ആയിട്ടുണ്ടായിരുന്നു, കുഴപ്പമില്ല. അത് കഴിഞ്ഞ് വന്നു. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസമാണ്, കഴിഞ്ഞ വിഷുവിൻ്റെ അന്ന് 14th ഞങ്ങൾ വന്ന് അഡ്മിറ്റായി. സർജറി കഴിഞ്ഞു, പ്ലാസ്റ്റിക് സർജറി കഴിഞ്ഞു. ഇപ്പോൾ ആൾ വളരെ സുഖമായിട്ട് വരുന്നു. പ്രത്യേകിച്ച് കേരളത്തിൽ വന്ന് ഈ ഹോസ്പിറ്റലിൽ വന്നപ്പോൾ തന്നെ മെൻ്റലി പുള്ളി വളരെ ഹാപ്പിയാണ്. ഒരുപാട് വ്യത്യാസങ്ങൾ അതിൽ വന്നിട്ടുണ്ട്. ചെന്നൈയിലായിരുന്നപ്പോൾ അത്രയും ഇല്ല, കാരണം ഒരു മുറിയിൽ അടച്ചുള്ള ലൈഫായിരുന്നു. അപ്പോൾ നാട്ടിൽ വന്നു, ഇവിടെ പഴയ ഡോക്ടേഴ്സിനെ എല്ലാവരെയും കണ്ടു. വളരെ ഹാപ്പി ആയിട്ടാണ്. റിനറ്റ് സാറായാലും ആദിത്യ മാഡം ആയാലും, ആദിത്യ മാഡത്തിൻ്റെ കീഴിൽ പുള്ളി വളരെ ഹാപ്പിയാണ്. സ്വന്തം മോളെ പോലെ തന്നെ കണ്ടുകൊണ്ടാണ്. എന്തോ പുള്ളിക്ക് ഒരുപാട് വ്യത്യാസം, മെൻ്റലി ചേഞ്ചസ് വന്നിട്ടുണ്ട് ഇവിടെ വന്നതിന് ശേഷം. ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു. ഇനിയും കണ്ടിന്യൂസ് ഞങ്ങൾക്ക് ഇവിടെ തന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. കുറേ കൂടെ ഉണ്ട് ബാക്കി പ്രോബ്ലം. പുള്ളിക്ക് ഈ ഹാർട്ടിനെ മാത്രമല്ല ബ്രെയിനിലോട്ടുള്ള വെയിൻസും എല്ലാം ബ്ലോക്കാണ്. അപ്പോൾ അതിനുള്ള കണ്ടിന്യൂസ് ട്രീറ്റ്മെൻറ്റ് ഇവിടെ തന്നെ എടുക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഡോക്ടർ ആദിത്യ, personally, she's a pleasant girl, and any person who connect with her will be happy in the treatment which she gives. Complete attention plus explanation of the all reasons and at the end of the story. So അത് ഒരു വശം. Second is, the day first I met her, I was actually met her in the daycare center. It was removing a stitch. So I don't know how that, I just touched her hand and I felt that I was talking to my daughter. Because I have a daughter, similar like way of talking, action of hands, explanatory details. And if you say, I don't know how I felt that she is my daughter. So that connection more beneficial to me, because I am not talking to a doctor,
I'm talking to my daughter, explaining the details, and she is explaining all the outcome of the treatment, everything. So that is why it helped me very much. Very much means very much to recover from the situation. So I'm happy, very happy with Aditya. So I think I hope other treatment also will come under, under Aditya, Dr. Aditya.